ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കിയാലോ. വെറും രണ്ടോ ഒരു മൂന്നോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ശരി, വേഗം വീഡിയോ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടിപ്പോൾ ഞാൻ 2 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് പഞ്ചസാര ഇല്ലാതെയും നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇച്ചിരി പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വൈകുന്നേരം 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ പഞ്ചസാരയും ഉപ്പും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1/4 കപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം മൈദയും ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിപ്പോൾ 1/4 കപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ലൂസിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അല്പം കൂടി പൊടി ചേർത്തിട്ട് നല്ല ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം 1/4 കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാനൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെ അളവ് നിങ്ങൾ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഓരോ പൊടിക്കും ഓരോ വെള്ളത്തിൻ്റെ അളവായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ടിയിലൊന്ന് കുഴച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 4 പോർഷനാക്കിയിട്ട് മാറ്റണം. ഇതേപോലെ പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത്ര വേണ്ടെങ്കിൽ അതിൻ്റെ അളവ് നേരെ പകുതിയാക്കിയാൽ മതി. 1/4 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 4 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്തിട്ട് നമുക്കൊരല്പം പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നല്ല തിന്നായിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. ബാക്കിയുള്ള 3 എണ്ണം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. കൂടുതൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഇങ്ങനെ പരത്താൻ എല്ലാവർക്കും അറിയുമല്ലോ. ഇതാ ഞാൻ 4 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരല്പം ഓയിലോ ബട്ടറോ നെയ്യോ ഏത് വേണേലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതേപോലെ ആക്കി കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിപ്പോൾ എല്ലാത്തിലും ഇതേപോലെ എല്ലായിടത്തും ബ്രഷ് വെച്ചിട്ട് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി എടുത്തിട്ട് ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. 4 സൈഡിലും ഇങ്ങനെ ഒരേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് വീണ്ടും ഇതേപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അല്പം ഓയിൽ ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഇതേപോലെ ആക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ട് ഓയിൽ തന്നെ ആക്കണമെന്നില്ല. നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഏത് വേണേലും ആക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ബട്ടർ ആക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് 3ാമത്തെ ചപ്പാത്തിയും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ബാക്കി ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ബട്ടർ തേക്കുക, നെയ്യ് ഓയിൽ തേക്കുക. എന്നിട്ട് വീണ്ടും 4ാമത്തെ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഞങ്ങൾ 4 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റോളർ കൊണ്ട് ഒന്നും കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരേപോലെ ആക്കിയെടുക്കണം. ഇതേപോലെ എല്ലാ അറ്റവും ഒട്ടുന്ന വിധത്തിൽ വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കട്ടർ കൊണ്ട് ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇങ്ങനെ ഞാൻ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നല്ല ടൈറ്റിൽ വേണം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ റോൾ ചെയ്തത് 2ാമത്തേലും വെച്ചിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത്രയും ബാക്കിയുണ്ട്. ഇനിയും കൂടി ഒന്നും കൂടി എടുത്തിട്ട് ഞാൻ റോൾ ചെയ്യുകയാണ്. ബാക്കി 4 എണ്ണം ഒന്നിലും കൂടി ഇതേപോലെ റോൾ ചെയ്തെടുത്താൽ മതി. മനസ്സിലായല്ലോ? അങ്ങനെ 4 വെച്ചിട്ടാണ് റോൾ ചെയ്യേണ്ടത്. നല്ല ടൈറ്റിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 2 എണ്ണം ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എണ്ണം ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കട്ടിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ ഇതിന് പകരം റൈസിൻസും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുണ്ടായതുകൊണ്ട് ഇത് ഇങ്ങനെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ പറയുന്ന ഈ ഫുഡ് മെയിനായിട്ട് UAE നല്ലൊരു സ്നാക്കായിട്ട് കിട്ടുന്നതാണ്. ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു ഫുഡാണ്. ഇതിൻ്റെ പേര് ഇവിടെ ഡാനിഷ് എന്നാണ് പറയാറ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കാൻ വളരെ ഈസിയാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇത് ബേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്, ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടാണ് റെഡിയാക്കുന്നത്. എല്ലാവർക്കും ബേക്ക് ചെയ്യാനുള്ള ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് റോളർ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി പരത്തിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ 2 എണ്ണം ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തിന്നു മതി കേട്ടോ. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം മതി. ഇത്രയും ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പാനിലോട്ട് അതൊന്ന് ചൂടായിട്ട് വരണം. ചൂടായതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഞാനൊരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് കൊടുക്കാം.
ആ സൈഡ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. വലിയ തീയിലിട്ടാൽ ചിലപ്പോൾ ഇത് പുറം കരിയാനും അകത്ത് വേവാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തീയൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊണ്ടേ ഇരിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഇതാ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടുണ്ട്, ഇല്ലെങ്കിൽ ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ എളുപ്പത്തിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇഷ്ടമായി ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ.